a brand new dance. I wear out my third second chance. You take my breath and I can't get it back. Might be time for me to face the facts. The best me is with you, but I know I got a lot to prove. They think we're too damaged to fix, but we're just working through a little rust. They like to say we're just young, but I know we won't give this up. Sometimes I lose my mind, and some days it's hard to find the reason why you stay by my side. You and I break our hearts open in half just to see if we'll put them back. സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന സ്ഥലത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഒരനർത്ഥവും സംഭവിക്കുകയില്ല. നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. Loving can hurt. Loving can hurt sometimes, but it's the only thing that I know. When it gets hard, you know it can get hard sometimes. It is the only thing that makes us feel alive. We keep this love in a photograph. We made these memories for ourselves, where our eyes are never closing, our hearts are never broken, and time's forever frozen still. So you can keep me inside the pocket of your ripped jeans, holding me closer till our eyes meet. You won't ever be alone. Wait for me to come home. Loving can heal. Loving can mend your soul.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയെ സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതരായി ഹൃദയം ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ ജഫ്രിയെ ജീമോളെ ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബ ജീവിതത്തിന് തങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആമേൻ. അഭംഗിരമായ മാർഗത്തിൽ ചലിക്കുന്നവരും കർത്താവിൽ ദൈവം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ മൗനത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങനെ കൽപ്പന വിട്ട് നടത്തുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാമം പുറപ്പെടുന്ന ശാസനങ്ങളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കുന്നു. സമ്പൽ സമൃദ്ധി എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹമെന്ന ഉല്ലാസ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഇവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിൽക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവ്വാധിപര കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ കർത്താവിനെ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലന
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. കർത്താവേ സാക്ഷികളായി ഞങ്ങളെ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളെ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. നമുക്ക് സഭാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ പതിയുടെ ആത്മാവോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. അധ്യായം 10 2 മുതൽ 9 വരെ തിരുവചനങ്ങൾ. പരിശീലകർ അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ദൈവാനുസരണമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. ജിമോന്റെ സഹോദര സഹോദരനെ, ജിമോന്റെ ടെൻഷനുണ്ട്. കുഴപ്പമില്ല. എന്നിട്ട് അവിടെ ടെൻഷൻ ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല. ജഫ്രിക്ക് കുറച്ച് ടെൻഷനുള്ളൂ. നിങ്ങൾക്കുള്ള സന്ദേശം ഇപ്പോൾ അച്ഛൻ വായിച്ച സുവിശേഷത്തിൻ്റെ അവസാന വാചകം എന്താണ്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കണം. അത് മതിയില്ല, പ്രസംഗത്തിനുള്ള ആവശ്യമില്ല. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമാണ്, ഈശോയാണ് നിങ്ങളുടെ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിക്കുക. അത് പറയുമ്പോൾ ജീവനോടുകൂടെ പോലെ എനിക്ക് കുറച്ചുകൂടെ പരിചയമുണ്ട് വിദേശത്ത് കയറുന്നത്. പക്ഷെ കുറച്ച് നാളുകൾ നമ്മുടെ യൂണിറ്റ് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കൊച്ചു, നല്ല കഴിവുള്ളൊരു കൊച്ചു. അപ്പൊ ജീവനോട് സംസാരിക്കുക കുറെ നാളുകൾ ഉണ്ടായില്ല, അപ്പൊ അത് പരിചയമില്ല. പക്ഷെ ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം എനിക്ക് ജീവനോട്, നമ്മുടെ ഇടയിൽ 570 കുടുംബങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഇഷ്ടംപോലെ പള്ളികൾ വേറെയില്ല, ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. ചെറുപ്പത്തെ അവരൊന്നും ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളൂ, ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ, വിവാഹം കഴിയത്തില്ല, മരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ചെറുപ്പം നേരിട്ട് ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ടായില്ലേ, ഇല്ലേ? ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ട്. അല്ലെങ്കിൽ ഇരിക്കാനുള്ള രൂപതയിൽ ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ട്. പക്ഷെ അവരൊന്നും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ല. അതെന്താ? ഇഷ്ടംപോലെ ചെറുപ്പക്കാരെ നമുക്ക് മനസ്സിൽ ഇഷ്ടമുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അടുത്തിടപഴകിയിട്ടുണ്ട്. പക്ഷെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ കാരണമാണിത്. ദൈവം കൂടി ഒരുമിച്ചത് നിങ്ങളെയാണ്. ഈ ദുരിതപരം ഇടവകയിൽ നിന്ന് ഈ വട്ടത്തറ ജോസഫ് ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റൊക്കെയാണ്. യൂണിറ്റ് പ്രസിഡന്റ് അപ്പൊ ഇവിടെ നിന്ന് ഇരിഞ്ഞാലക്കുട രൂപതയിലേക്ക്, ഈ കൊടിയൻ കുടുംബത്തിലേക്ക്, വർഗീസ് ഓമന അല്ലെ കുടുംബത്തിലേക്ക് ജഫ്രിയുടെ ഭാര്യയായിട്ട് പോകണമെങ്കിൽ അത്
ദൈവത്തിൻ്റെ തീരുമാനമാണ്. ഇതൊരു ശക്തിക്ക് നിങ്ങൾ വേർപെടുത്താനായിട്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഒന്നാമത്തെ ചിന്ത, സംഖ്യനകത്ത് കുറിച്ചിടേണ്ടത്, ഞങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് ദൈവമാണ്. ഒന്നാമത്തെ പോയത് ഒരു കുഞ്ഞു സംഭവം ഞാൻ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിൽ അതിപ്രശസ്തമായിട്ടുള്ള കോളേജ് 1000-ഓളം കുട്ടികളോട് പഠിക്കുന്നുണ്ട്. 1000-ഓളം കുട്ടികളെ പഠിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഒരു പേരൻസ് ഡേക്കും 1000 കുട്ടികളുടെ മാതാപിതാക്കൾ അവിടെ വരികയുണ്ട്. അപ്പോൾ 3000-ഓളം പേര് ആ കോളേജ് ക്യാമ്പസിലെ ഓഡിറ്റോറിയത്തിൽ വന്നു മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ആ മീറ്റിംഗ് ആരംഭിക്കുമ്പോൾ ആദ്യം ക്ലാസ് കൊടുക്കുകയാണ്. പ്രശസ്തനായ ഒരു വ്യക്തി ക്ലാസ് കൊടുക്കുന്നു. അപ്പോൾ ഈ 1000 കുട്ടികളും അവരുടെ പേരൻസിനെ ഇരിക്കുകയാണ്. അപ്പോൾ 4 കുട്ടി പേരൻസ് പ്രതിനിധിക്കുകയാണ്. അത് ക്ലാസ് എടുത്തത് വരുമ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടുള്ള സാധനം ഏറ്റവും മുൻപിൽ അതേ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൻ്റെ മകന്, ഒരേ ഒരു മകനാണ്, ഒരു ഭർത്താവുമാണ് ഇരിക്കുന്നത്. അങ്ങനെ കുറേ പേര് ഇരിക്കും. അപ്പോൾ ഈ സാറ് ടീച്ചറിനെ വിളിച്ചു. ടീച്ചറെ വിളിച്ച് വളരെ ടീച്ചർ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു വിജയത്തിന് വേണ്ടി ടീച്ചർ കാര്യം ചെയ്യും. ടീച്ചറിൻ്റെ ജീവിതത്തിൽ ടീച്ചറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 10 പേരുടെ പേര് ഈ ബോർഡിൽ എഴുതാൻ പറഞ്ഞു. ടീച്ചർ വളരെ സന്തോഷത്തോടെ എഴുതി ചേർത്തെടുത്ത് 10 പേരുടെ പേരങ്ങൾ എഴുതി. 4 കൂട്ടുകാരികളുടെ പേര് എഴുതി, സ്വന്തം അപ്പൻ്റെ അമ്മയുടെ പേര് എഴുതി, ഭർത്താവിൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേര് എഴുതി, ഭർത്താവിൻ്റെ മകൻ്റെ പേര് എഴുതി. അത് 10 പേര്. അപ്പൊ ടീച്ചർ പോകുന്ന നേരത്തെ സാധാരണ പോകുന്നവരുടെ ടീച്ചറിന്റെ ജീവിതത്തിൽ ഇതിൽ അല്പം പ്രാധാന്യം കുറഞ്ഞ ഒരു 4 പേരുടെ പേര് മാറ്റിയാണ്. ടീച്ചറോടെ തൻ്റെ കോളേജ് ജീവിതത്തിലുണ്ടായിരുന്ന കൂട്ടുകാരികളുടെ പേരുകൾ മാറ്റി. സാധാരണ ഇനി ഞാൻ പറഞ്ഞ ടീച്ചർ പോയാൽ മതി, ടീച്ചറോട് നിൽക്കണം. സാർ പറയുകയാണ് ഇനി ഇന്നത്തെ 6 പേരുണ്ട്. ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ മാതാപിതാക്കളുടെ ഭർത്താവ് മകൻ്റെയും പേരാണ്. ഇനിയും പ്രാധാന്യം കുറഞ്ഞ 2 പേരുടെ പേര് മാറ്റി. ആ സമയത്ത് ടീച്ചറിന് ഒന്ന് മനസ്സ് വിതറാൻ തുടങ്ങി. എനിക്ക് കാരണം ചന്ദ്രനകത്തുള്ളവരാണ്. ഭർത്താവിൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേര്, തൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേര് ഏത് മാറ്റി? ടീച്ചറുടെ സ്വന്തം അപ്പൻ്റെ അമ്മയുടെ പേര് മാറ്റി. പിൻഡ്രോപ്പ് സൈലൻസ് ഓഡിറ്റോറിയം മുഴുവൻ പിൻഡ്രോപ്പ് സൈലൻസ് ഒരു സൂചിക്കാൻ കേൾക്കാം. എങ്കിലും പതിയെ സ്വന്തം ഭർത്താവിൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേര് മാറ്റി. ഇനിയുള്ളത് 2 പേര്. ഭർത്താവിൻ്റെ പേര്, സ്വന്തം മകൻ്റെ പേര്. 10 വർഷത്തിന് ശേഷം ജനിച്ച ഒരു മകനാണ്, ഒരേ ഒരു മകനാണ്, പൊന്നുപോലെ വളർത്തുന്ന മകനാണ്. സാധാരണ ടീച്ചറെ 2 പേരുണ്ട്, ഇതിലൊരാളുടെ പേര് മാറ്റി. ടീച്ചർ വാങ്ങുന്നതിന് എന്നെക്കൊണ്ടാവില്ല സാറേ, എന്നെക്കൊണ്ടാവില്ല. കാരണം എന്നെ പ്രിയപ്പെട്ടവരാണ്. ജീവിതത്തിൽ ദൈവം തന്ന സമ്മാനങ്ങളാണ് ഇവർ. എനിക്ക് മറക്കാൻ പറ്റില്ല, എനിക്ക് മാറ്റാൻ പറ്റില്ല. ഞാനിങ്ങനെ മാറ്റി കരഞ്ഞുകൊണ്ട്. പക്ഷെ സാധിച്ചില്ല, ഒരു പേര് മാറ്റി. ടീച്ചറിനെ കരഞ്ഞുകൊണ്ട് തന്നെ ബോർഡിനടുത്ത് ഈ ജനം മുഴുവനും ഈ 3000-ഓളം പേര് ഇങ്ങനെ കണ്ണിൽ ഒഴിച്ച് നോക്കിയിരിക്കും. ആരുടെ പേരായിരുന്നു മാറ്റാൻ പോകുന്നത്? ടീച്ചർ ടെസ്റ്റ് സ്വന്തം മകന്റെ പേര് മാറ്റി. അതിന് വാർത്തക്കാരുടെ പേര് സാഹചര്യത്തിലുണ്ട്. എന്തുകൊണ്ടാണ് മകന്റെ പേര് മാറ്റിയത്? 10 വർഷത്തിന് ശേഷം ഈ കൊച്ചത് എന്തേ മാറ്റി? ടീച്ചർ പറഞ്ഞിട്ടാണെങ്കിൽ പോലും മൈക്കിൽ പറഞ്ഞ ഉത്തരം നിങ്ങൾ നല്ല സന്ദേശം സന്ദേശം ടീച്ചർ പറഞ്ഞു, സാറേ വർഷങ്ങൾക്ക് മുമ്പ് ഇടവക ദേവാലയത്തിൽ വെച്ച് ഞങ്ങൾ വിവാഹിതരായപ്പോൾ സുവിശേഷത്തിൽ വലതുകരം വെച്ചിട്ട് വികാരിച്ച് പ്രതിനിധീകരിച്ചു. പ്രതിജ്ഞ ഇങ്ങനെയാണ്: ഇന്നു മുതൽ മരണം, സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും
എൻ്റെ ഈ മകൻ അവൻ ചിലപ്പോൾ കോളേജ് പഠനം കഴിഞ്ഞ് ജോലി കിട്ടി വിദേശത്ത് പോകാം. അവന്റെ കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ ഞങ്ങളുടെ ചെറിയ വീട് ഇഷ്ടപ്പെടാതെ ചിലപ്പോൾ ടൗണിലേക്ക് പോകാം. പ്രായമാകുമ്പോൾ ഇവർക്ക് ഞങ്ങൾ വേണ്ടാതെയായവരാ. പക്ഷെ എന്നാലും അപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഴുത്തിൽ പാലകെട്ടിയ ഈ ബൈബിൾ പ്രതിനിധി ചെയ്ത ഈ ഭർത്താവ് മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ. ഓഡിറ്റോറിയം നിറഞ്ഞ കരഘോഷം കൈയടിച്ചു. സന്ദേശം ജന്മം കൊടുത്ത മകനാണെങ്കിൽ ചിലപ്പോ അവൻ കല്യാണം കഴിഞ്ഞ് മറ്റൊരു പെൺകുട്ടി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഈ വീടും പരിസരവും ചിലപ്പോ ഒരു ജോലി നേടി സിറ്റിയിലേക്ക് വിദേശത്തേക്ക് പോകാം. പക്ഷെ അപ്പോഴും കൂടെയുള്ളവർ കഴുത്തിൽ താഴെ കെട്ടിയ എന്റെ ഭർത്താവ്, പ്രതിജ്ഞ ചെയ്ത എന്റെ ഭർത്താവ്, അതുകൊണ്ട് എന്റെ ഭർത്താവാണ്. സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തന്ന ഈ ജീവിതം കഴുത്തിൽ താലി കെട്ടുന്ന നിമിഷം, പ്രതിജ്ഞ ചെയ്യുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും എന്ത് പ്രതിസന്ധികളുണ്ടായാലും എന്ത് കുറവുള്ള പോരായ്മകളായാലും ഇങ്ങനെ അവരാന്റെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും. കഴിഞ്ഞ ഒരു കാര്യം എൻ്റെ അമ്മ പഠിപ്പിച്ച 3 വാക്കുകളാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് കുറേ വർഷങ്ങളാണ്. അപ്പച്ച മരിച്ചിട്ട് കുറേ വർഷങ്ങളാണ്. സെമിനാരി പഠിക്കുമ്പോൾ മുതൽ അമ്മയോട് പറയുന്നത് നിന്റെ ജീവിതത്തിൽ ജീവിക്കുന്ന 3 കാര്യങ്ങൾ ചെയ്യുന്നു. അമ്മ പറഞ്ഞ 3 വാക്കുകൾ നൽകുക. ഞാൻ നിങ്ങൾക്ക് നൽകാൻ സന്ദേശം നൽകുകയാണ്. കുടുംബ ജീവിതത്തിൽ ജീവിക്കാൻ ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നത്. 1, നന്നായിട്ട് പ്രാർത്ഥിക്കണം. 2, നന്നായിട്ട് സ്നേഹിക്കണം. 3, നന്നായിട്ട് ക്ഷമിക്കണം. അമ്മ 4 ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ചക്കയിലുള്ള പഴയൊരു അമ്മയാണ് എൻ്റെ അമ്മ. നമ്മൾ മരിച്ചിട്ട് 10-20 വർഷങ്ങളായി. അമ്മ ഇത് പറഞ്ഞിട്ട് ഇതൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരണം? എന്തുകൊണ്ടാണ്? നമ്മുടെ കഴിവ് കൊണ്ട് ജീവിതം ജയിക്കുന്നു. നമ്മുടെ കഴിവ് കൊണ്ട് ജീവിതം ജയിക്കുന്നു. നമുക്ക് എന്തൊക്കെ കഴിവുണ്ടായാലും, എന്തൊരു പണം ഉണ്ടായാലും, ജോലി ഉണ്ടായാലും, നമുക്ക് വലിയ വീടൊക്കെ ഉണ്ടായാലും അത് തമ്മിലാൻ തന്നതാണ്. പക്ഷേ ജീവിതത്തിൽ ജയിക്കാൻ അവരുടെ അനുഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന നന്മയായിട്ട് മാറും. രണ്ടാമത്തെ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കണം. നിന്റെ ഇടവകയിൽ ഒത്തിരി പണക്കാരുണ്ടാകും, പാവപ്പെട്ടവരുണ്ടാകും, ഒത്തിരി പഠിച്ചിട്ടുള്ളവരുണ്ടാകും, ഒന്നും പഠിച്ചിട്ടില്ലാത്തവരുണ്ടാകും. പക്ഷെ നിനക്ക് എല്ലാവരും ഒരുപോലെയായിരിക്കും. കാരണം ഈശ്വരക്കാരും ഒരുപോലെയായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു തരംതിരിവില്ലാതെ പരസ്പരം ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും. ഒരുപോലെ സ്നേഹിക്കാൻ പറ്റും. മൂന്നാമത്തേത് നമ്മൾ ക്ഷമിക്കണം. കയ്യിലെപ്പോഴും കൊന്തയുണ്ടാകും. കൊന്തയുടെ കുരിശെടുത്ത് കാണിച്ചതുപോലെ ഈ ഈശോ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കണം. കുറവുകളുണ്ടാവും, നിനക്കും കുറവ്, ഇടവയ്ക്ക് ചിലപ്പോൾ കുറവുകളുണ്ടാവും. പക്ഷേ പരസ്പരം ക്ഷമിക്കണം. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാവും, ജീവിതത്തിൽ ജഫ്രിക്ക് കുറവുകളുണ്ടാവും. തീർച്ചയായിട്ടും പരസ്പരം ക്ഷമിക്കാൻ സാധിച്ചാൽ പ്രിയ ജഫ്രി ജീവിതം കുടുംബം തിരുക്കുടുംബമാണ് കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് സ്നേഹിക്കുക, നന്നായിട്ട് ക്ഷമിക്കുക. പിന്നീട് മാതാപിതാക്കൾ നിങ്ങൾക്ക് ജന്മം തന്നവരാണ്. നിങ്ങൾ പൊന്നുപോലെ വളർത്തിയവരാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ പഴയ കാലങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാമല്ലോ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഒത്തിരി ബുദ്ധിമുട്ട്. നിങ്ങളെ പഠിപ്പിക്കാൻ, നിങ്ങൾ ഭക്ഷണം തരാൻ, നിങ്ങൾക്കെല്ലാം ചെയ്തു തരാൻ ഈ മാതാപിതാക്കൾ വലിയ ത്യാഗം അവരെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രതിജ്ഞ ഇവിടെ വെച്ച് പ്രതിജ്ഞയിലേക്ക് പോകാം. നിങ്ങളുടെ ജീവിതമുണ്ട് ഈ കാരണവാരുടെ കണ്ണു പറയാൻ നിങ്ങളുടെ ദാമ്പത്യ ജീവിതമുണ്ട്, നിങ്ങളുടെ കുടുംബ ജീവിതമുണ്ട്. ഈ ഇരിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ കണ്ണ് പറയാൻ പാടില്ല കേട്ടോ. പറയാൻ പാടില്ല. നിങ്ങൾ അതുപോലെ മാതൃകപരമായിട്ട് ജീവിക്കണം. അതുപോലെ നിങ്ങൾ പരസ്പരം ശ്രമിക്കണം. എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടായാലും അത് നിങ്ങൾ നമ്മൾ തീർത്തുകൊള്ളണം. അതിങ്ങനെ വലിയ ഇതിനകത്തേക്ക് പോകാൻ പാടില്ല. നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന് നമുക്ക് പർവ്വതീകരിക്കാൻ
പ്രശ്നങ്ങൾ മാറ്റാം. അതേസമയം ഇതേ പ്രശ്നത്തെ എനിക്ക് നിസ്സാരമാക്കി സ്ഥാപിക്കുന്നത് ഞാൻ അറിയുന്നു. ഇത് പ്രശ്നമാണോ നിസ്സാരമായിരിക്കണോ? നിസ്സാരമായിരിക്കും. നിങ്ങൾ ദാമ്പത്യ ജീവിതം വിജയിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ നിസ്സാരമായിരിക്കും. അവൻ സാധിക്കണമെങ്കിൽ എന്ന് യേശു തിരുക്കുടുംബമായി മാറട്ടെ. ജെഫ്രി ചെയ്യുമ്പോൾ സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവളോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്തു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിന്റെ ഈ ഔദാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്ത ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ തിരുസഭ നൽകിയപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങൾ സമ്മതിയോട് വ്യക്തമാക്കുക. ജെഫ്രി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജീവോടെ നിന്റെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ജീവോ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജെഫ്രിയെ ഇതിന് ഭർത്താവായി സ്വീകരിക്കണമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷിയോട് നിങ്ങൾ വിവാഹ വാഗ്ദാനത്തിന് പേരും സാക്ഷികളുണ്ട്. നിങ്ങൾ വിവാഹ വാഗ്ദാനം സഫലമാക്കുവാൻ സർവശക്തനായ ദൈവത്തിൽ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനത്തിനടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെന്ന് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സമൂഹം നടത്തണം. കർത്താവിന്റെ കൃപയുണ്ടാകണമെന്ന് നടത്തുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടുകൂടി വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇവർക്ക് വേണ്ടി കർത്താവെ ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. ക്രിസ്തീയ വിവാഹം ദൈവവുമായുള്ള ഉടമ്പടിയാണെന്നും മരണം വരെ നിലനിൽക്കുന്നതാണെന്നുമുള്ള ബോധ്യത്തോടെ ഇവർ ഈ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുവാൻ കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. ഈശോയാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നതെന്ന് അറിയുവാനും വിവാഹ ജീവിതത്തിന് പരസ്പര ഐക്യവും വിശ്വസ്തതയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ഒരുങ്ങുവാനും കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ അഭേദ്യതയും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതത്തിന് ഒരുങ്ങുവാനും കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്നേഹത്തെ പ്രതി കുരിശുമരണം മരിച്ച ഈശോയെ പോലെ ഇവരും സ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് സന്നദ്ധതയുള്ളവരായി തീരുവാൻ കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവർ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശാപരമായ പ്രാർത്ഥനയിലൂടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാനും കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യഭർത്തകന്മാരാകുവാൻ ഒരുങ്ങുന്ന ജെഫ്രിയെ ജിമോളെ സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങനെ കൃപാവരസമർത്ഥമായി ഇവരെ ചൊരിഞ്ഞ് ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ എന്നേക്കും ആമേൻ. കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമായി അനുഗ്രഹിച്ച് മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥന നിരന്തരായി വിവാഹത്തിന് ഒരുങ്ങുവാൻ കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹങ്ങളുടെ കൂദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ മരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ ഈ മാതാപിതാക്കൾ
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. You know my secrets, you know my every thought, you know the things I've done. You know my struggle, my lonesome, wretched heart, you know the things I've done. It must be love. You know I'm reaching, you know I try so hard to fix all the things I've done. Every mistake, every disaster, when I run away, love's running faster. Ooh. Only love would take me back again. When I've been caught with blood on both my hands, there's no good reason that I could understand. It must be love. God knows it must be love. God knows it must be love. Every mistake, every disaster, when I run away, love's running faster. Every mistake, every disaster, when I run away, love's running faster. Every mistake, every disaster, when I run away, love's running faster. Only love would take me back again. When I've been caught with blood on both my hands, there's no good reason that I could understand. It must be love. God knows it must be love. God knows it must be love. God knows it must be love. I feel everything, I feel nothing at all. It's a big world, and I'm still so small. Oh, is my heart still beating? Are my lungs still breathing? Maybe I'm just looking for a sign of life. Oh, 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 oh.
just a shadow of blood and bone. Check my vitals, I'm cold as stone. Oh, is my heart still beating? Can you find a rhythm? Need a shock to the system. Looking for a sign, looking for a sign of life. कबीरा सारा रा रा बेबी के देखे झुमके लगा दे 4 ठुमके छिछोरे नाचे जम के रे यूपी में दिन दहाड़े विंडो और छत पे ताड़े हम देखे आंखें फाड़े रे अरे 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 तुझ पे टिकी है मेरी नौटी नजरिया तुझको बना करके तुझको बना करके तुझको बना करके ले जाएंगे बदरी की दुल्हनिया तुझको बना करके ले जाएंगे बदरी की दुल्हनिया रानी बना करके ले जाएंगे बदरी की दुल्हनिया मुन्निया रे मुन्निया बदरी की दुल्हनिया मुन्निया रे मुन्निया बदरी की दुल्हनिया कैसा शर्माना तुझे नच के दिखा दूं मेरा हो जाए जो मैं पर्दा गिरा दूं हाँ तुझे अखियों में अपने बसा लूं हाँ तुम नखरे दिखा 아름다워 사랑스러워 그래 너 그래 바로 너 아름다워 사랑스러워 그래 너 그래 바로 너 지금부터 갈 때까지 가볼까 오빤 강남스타일 강남스타일 오빤 강남스타일 강남스타일 오빤 강남스타일 에이 섹시 레이디 오빤 강남스타일 에이 섹시 레이디
അവതരിപ്പിക്കുന്ന ഒരു തകർപ്പൻ ഡാൻസ്. दिल की है दस्तक और कुछ ना जानूं मैं, बस इतना ही जानूं तुझ में रब दिखता है यारा, मैं क्या करूं तुझ में रब दिखता है यारा, मैं क्या करूं सजदे सर झुकता है यारा, मैं क्या करूं तुझ में रब दिखता है यारा, मैं क्या करूं. She ain't see the stars in the race, so then she got in that mood, had her face down. That my type, my sweetie. Go be wifey if she freaky. I love a night, blow her money like Monopoly. I'm a dog, kill a kitty, no apology. I know that you wanna get crazy, crazy. Shawty, take it slow, then chitty, chitty. Come on, baby, be my jalebi, baby. Hey, baby, let me see it. Jalebi, baby. I just wanna eat it. Jalebi, baby. Baby, let me see it. Jalebi, baby. Oh, I really need it. Jalebi, Oh, baby, let me see it. jalebi, baby. I just wanna eat it. रंगी सारी गुलाबी चुनरिया रे, रंगी सारी गुलाबी चुनरिया रे, मोह मारे नजरिया सावरिया रे, मोह मारे नजरिया सावरिया रे. Can't escape the rolling dice, crowded space, and flashing light, chasing ways to feel alive, to feel alive. Staring straight, the days go by, passing trains to paradise. What it takes to feel alive, I feel alive. I'll follow you for miles, take me deep into the wild, 'cause in the darkness all the while it's you and I, it's you and I. Save me from my mind when I can't sleep at night. Keep me by your side, we're running through the fire. How we stay, spending time coloring between the lines in this scene. We're full of life, we're full of life. I will follow you for miles, take me deep into the wild, 'cause in the darkness all the while it's you and I, it's you and I. Save me from my mind when I can't sleep at night. Keep me by your side, we're running through the fire. Save me from my mind when I can't sleep at night.
said I was nothing but a troublemaker, never up to no good. You were the perfect all-American girl, wouldn't touch me even if you could. But you were sneaking out your window every night, riding shotgun in my car. We go to the river and find us a spot, and we probably went a little too far, just a little too far. 'Cause I was gonna be your forever, and you were gonna be my wife. We didn't know any better, didn't have a clue about life. But I was what you wanted, you were what I needed, and we could meet in between. We were gonna be the greatest love story this town had ever seen. So you went off to college and I got a job. I was working at a 9 to 5, dreaming of the days when you were in my arms. I'd never felt so alive. I spent my days working, spent my nights drinking, howling at the moon, screaming for the days when you were coming back. No, it couldn't come too soon, couldn't come too soon. When I was gonna be your forever, and you were gonna be my wife. But you went off to find better, and I was learning all about life. But I was what you wanted, you were what I needed, and we could meet in between. We were gonna be the greatest love story this town had ever seen. So you came back after a long 4 years. Your college boyfriend didn't work out, so we went out for a couple of drinks to find out who we are now. Sure, we changed, but way deep down you had the same old feelings for me. I went to the store and bought you a ring, and I got down on one knee, down on one knee. And I said, I'm gonna be your forever, so baby, will you be my wife? And now that we know a little better, we could have a real nice life. 'Cause I'm what you want and you're what I need, so let's meet in between. We're gonna be the greatest love story this town has ever seen. We're gonna be the greatest love story this world has ever seen. So baby, say yes to me. You're listening to the hottest DJ in the game, DJ Indiana. जेड़ा नशा नशा तेरी अक्खां विचों आवे मैनू, मैं वेखिया बड़ा नायो लक्खां विचों आवे मैनू। जेड़ा नशा नशा तेरी अक्खां विचों आवे मैनू, मैं वेखिया बड़ा नायो लक्खां विचों आवे मैनू। दिल दे नेड़े होवे तू मेरे, दिल दे नेड़े होवे तू मेरे, दिल बस जा तेरा नशा
the hottest DJ in the game, DJ India.